89.6 FM Sargakshetra SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗായസ് ഗോവിന്ദ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഹായ്, താങ്ക് യു. സോ നമ്മൾ ഇന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ആശങ്കകളുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ 30 വയസ്സിന് മുകളിൽ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇന്ന ചില നടുവേദന, കാലുവേദന, മുട്ടുവേദന തുടങ്ങിയ അസുഖങ്ങൾ വരുന്നത് പരസ്യങ്ങൾ കണ്ടു തന്നെ നമ്മുടെ ബ്രെയിൻ പഠിച്ചു. ഓക്കെ, 30 കഴിയുമ്പോൾ ഇത് വരും. അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പം സംശയ നിവാരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ആദ്യത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ ഡോക്ടർ ആണോ അല്ലയോ എന്നുള്ളൊരു ചെറിയ ചെറിയ സംശയങ്ങൾ പലപ്പോഴും നമുക്ക് നിലനിൽക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു സംശയം തീർത്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഷോ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നത് ഡോക്ടറാണോ, എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് എന്നുള്ളതൊന്ന് പറയാമോ? ഓക്കെ, ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടറാണെന്ന് ചോദിച്ചാൽ ഡോക്ടറാണ്. നമുക്ക് ഡോക്ടർ പ്രിഫിക്സ് വെക്കാൻ പറ്റും. ഓക്കെ, അതായത് ഒരു PT എന്നുള്ള പേര് ലാസ്റ്റ് വെക്കണം. ഇപ്പം എൻ്റെ പേര് ഡോക്ടർ ഗംഗായസ് ഗോവിന്ദ് ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി PT എന്ന് പറയണം. പക്ഷെ നമുക്ക് മരുന്ന്, ഇഞ്ചക്ഷൻസ് അങ്ങനത്തെ ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. എക്സസൈസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യാം, അതിനപ്പുറത്തോട്ട് മരുന്ന് പറ്റില്ല. സർജറീസ് ഒന്നും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു പ്രിഫിക്സ് വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പം ഒരു നമ്മളിപ്പോൾ ഡോക്ടർ തന്നെയാണ്, പക്ഷെ ഒപ്പം നമുക്ക് PT എന്നുള്ള ഒരു മെൻഷൻ ചെയ്യണം, ആഡ് ഓൺ ചെയ്യണം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പം ഫിസിയോതെറാപ്പിയുമായിട്ട് നമുക്ക് ഉള്ളറകളിലേക്ക് പോവുകയാണെങ്കിൽ ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് പരിക്കേറ്റവർക്കും സർജറി കഴിഞ്ഞവർക്കും മാത്രമാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ആവശ്യകത വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇഞ്ചുറിക്ക് മാത്രമല്ല, ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ മൂവ്മെന്റ്സ് കൊണ്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. കുറച്ചുകൂടെ അലോപ്പതി ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇതാണ്. മിക്കവർക്കുള്ള ഡൗട്ടാണ്, ഇത് മസാജ് ആണോ അല്ലെങ്കിൽ ഉഴിച്ചിലും പിടിച്ചിലാണോ? തീർച്ചയായിട്ടും അല്ല. നമ്മൾ എക്സസൈസും അതുപോലെ തന്നെ കുറച്ച് പെയിൻ കുറയ്ക്കുന്ന മെഷീൻസും ഒക്കെ യൂസ് ചെയ്തുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ്. കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് റെഗുലർ ആയിട്ടുള്ളവർക്ക്, ഇപ്പം നമ്മളിപ്പം ഇതുപോലെ ഇവിടെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരിപ്പ്, നമുക്കപ്പോൾ നെക്ക് പെയിൻ, ബാക്ക് പെയിൻ വരാം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റിന് എടുത്തു പോകാം. ഇപ്പോൾ ഒരാൾ പ്രഗ്നൻ്റ് ആണ്, അവർക്ക് നടുവേദന ഉണ്ടാകാം, കാലിൽ ക്രാംസ് ഉണ്ട്, നമുക്ക് പോകാം. ഡേ ടു ഡേ ലൈഫിലുള്ള ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഫിസിയോതെറാപ്പിക്ക് പോകാം. അതുപോലെ സ്പോർട്സ് പേഴ്സൺസിന്, അവർക്കാണ് മേജറായിട്ട് ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം. ഇഞ്ചുറി വന്നു കഴിഞ്ഞിട്ടും ചെയ്യാം, ഇഞ്ചുറി വരാതിരിക്കുന്നതിനും പ്രിവെന്റ് ചെയ്യാനായിട്ട് ഫിസിയോതെറാപ്പി നമുക്ക് യൂസ്ഫുൾ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഡോക്ടർ കേങ്ക പറഞ്ഞ പോലെ നമുക്കിപ്പോൾ പെട്ടെന്നൊരു പെയിൻ, ഇപ്പം പെട്ടെന്നൊരു നടുവേദന വരുന്നു അല്ലെങ്കിൽ ഒരു നെക്ക് പെയിൻ വരുന്നു, നമ്മൾ നേരെ ഒരു ഫിസിഷ്യനെ പോയി കാണിക്കുന്നു, അയ്യോ ഡോക്ടർ എനിക്ക് എന്ത് പറ്റി എന്നുള്ള ചോദിക്കുന്നത്. പക്ഷെ അതേസമയം നമ്മളത് പ്രോപ്പറായിട്ട് നമ്മൾ കാണേണ്ടത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനാണ് എന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് സൂചിപ്പിക്കണമെന്ന് അടിവരെ ഇടേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അക്യൂട്ട് ആയിട്ടുള്ള കേസസിന് നമുക്ക് ഡയറക്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റിന് എടുത്ത് വരാം. അക്യൂട്ട് എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പം നമുക്കൊരു നെക്ക് പെയിൻ വന്നു, കാലിന് പെയിൻ വന്നു, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാം. ആള് പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് നമുക്ക് ട്രീറ്റ്മെന്റ് തരും. പക്ഷെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുണ്ട്, എനിക്ക് വർഷങ്ങളായിട്ട് ഈ പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുകളുള്ള കേസുകളാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അവർ റൂൾ ഔട്ട് ചെയ്യും. കുറച്ചുകൊണ്ട് നമുക്ക് എക്സ്റേ, MRI ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കേസിന് ഡയറക്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വരുന്നതിലും നല്ലത് ഡോക്ടറെ അടുത്ത് പോയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ആവശ്യകത എവിടെയാണ് വരുന്നത്, എപ്പോഴാണ് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടറിയുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ ഇപ്പം പലരുടെയും ഉള്ളിൽ തോന്നിയിട്ടുണ്ടായിരിക്കും. ആ സംശയങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായി ചോദിച്ചറിയാം സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. പാട്ടുകൾക്ക് ശേഷം അടുത്ത സംശയം നമുക്ക് എന്താണെന്നുള്ളത് ചോദിക്കാം. ഉത്തരം പറയാനായിട്ട് ഇവിടെ ഡോക്ടർ റെഡിയാണ്. 89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗായസ് ഗോവിന്ദ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. ഡോക്ടർ, നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾ പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഡോക്ടർ പറഞ്ഞു, നമ്മൾ ഡെയിലി ലൈഫ്, ഇപ്പം നമുക്കറിയാം ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ ഇരിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ശരീരവേദനകൾ ഉണ്ടാവാറുണ്ട്. അപ്പം
പെട്ടെന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, ഓക്കെ ജിമ്മിലൊന്ന് പോകണം, ഒന്ന് സെറ്റ് ആവണം, ശരീരം അനങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പലരുടെയും ചിന്തയിൽ തോന്നിയിട്ടുണ്ട്. സോ ജിമ്മിൽ പോകുന്നതിന് പകരമാണോ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുന്നതിന് പകരമാണോ ജിമ്മിൽ പോകുന്നത്, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതിന് പകരമാണോ ഫിസിയോതെറാപ്പിസ്റ്റ്? ഒരു വൈസ് വേഴ്സ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ചിലപ്പോൾ ഒരു ശരീരവേദന വന്നു പറഞ്ഞാൽ അവിടെ പോയാൽ തീരും എന്നുള്ളൊരു സംഗതി മിക്കവർക്കും ഉണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടറിന് എന്നാ പറയുന്നത്? ഒരിക്കലും രണ്ട് രീതിയിലുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ ജിം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഫിറ്റ്നസ് ബേസ്ഡ് ആണ്. ഇപ്പൊ നമുക്ക് അവിടെ ചെല്ലുന്നു, കുറച്ചുകൂടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നു, അങ്ങനെയായിരിക്കും. പക്ഷെ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. നമ്മൾ ഓരോ മസിലിനെ അസസ് ചെയ്തേയും അവർക്ക് എന്താണോ പ്രശ്നം അതിനുള്ള ട്രീറ്റ്മെന്റ് രീതികളും എക്സസൈസുകളും ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് കഴിയുമ്പോൾ ജിമ്മിൽ പോകാം. ഇപ്പം നമുക്ക് ഓൾഡ് ഏജ്, ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഓൾഡ് ഏജിൽ ഫിസിയോതെറാപ്പിക്ക് നല്ലൊരു റോളുണ്ട്. അപ്പം അവരെ നേരെ ജിമ്മിൽ വിട്ടാൽ അവർക്ക് ഇഷ്യൂസ് കൂടുതലായിരിക്കും, കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളും അവരെ ഓരോ ഡേ വൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് കൂടുതലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് പറ്റും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയി കഴിയുമ്പോൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ജിമ്മിൽ പോയത് കൊണ്ട് വേദന മേ ബി കൂടാം, കാരണം ഒരു പെയിൻ വെച്ചുകൊണ്ട് ജിമ്മിൽ പോകേണ്ട ഒരു സ്ഥലമല്ല ജിമ്മ്. അതൊരു ക്ലിനിക്കൽ ബേസിൽ പോകുന്നതായിരിക്കും നല്ലത്. അല്ല നമ്മളൊന്ന് കുറച്ചുകൂടി വീക്ക് ആണെന്ന് തോന്നുന്നു, നമുക്ക് സ്ട്രെങ്ത് വേണം, ബിൽഡിങ് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിമ്മിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജിമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം ചിലപ്പോൾ പണി കിട്ടിയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ വരും. കുറേ പേര് വരാറുണ്ട്, കഴുത്ത് വെട്ടി നടുവെട്ടി എന്നൊക്കെ പറഞ്ഞു. അത് പ്രോപ്പർ ഒരു പൊസിഷനിങ് അവിടെ പറയുന്നില്ല. എല്ലാവരും ഒരു മൂവ്മെന്റ് ചെയ്യുന്നു, കുറച്ച് യൂട്യൂബ് വീഡിയോസ് കാണുന്നു, അവിടെ പോയിട്ട് ചെയ്യുന്നു. പക്ഷെ അത് കഴിയുമ്പോൾ നെക്കിന് ക്രാംസ് ആയിട്ട് വരുന്നു, കഴുത്ത് വെട്ടി ഇഷ്ടം പോലെ പേര് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അത് കഴിയുമ്പോൾ ഉള്ള ഇഷ്യൂവിന് തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ചെല്ലണം. ആൻഡ് ഇങ്ങനെ പലർക്കും ഉള്ളൊരു സംശയമാണ്, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് എടുക്കുന്ന ഡ്യൂറേഷൻ എത്ര മാത്രമാണ്, എത്ര സമയത്തിന് ശേഷം അല്ലെങ്കിൽ എത്ര നാളുകൾക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ ഫീൽ ചെയ്യുന്ന ആ സിറ്റുവേഷനിൽ നിന്നൊരു വിമുക്തി കിട്ടുന്നത് എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. അപ്പം ആ ഒരു ഡ്യൂറേഷൻ എത്ര മാത്രമായിരിക്കും? അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പം കുറച്ച് നാളെടുക്കും. എന്നാൽ സഡൻ ആയിട്ടൊരു പെയിൻ വന്നു, ഇന്നിപ്പോൾ നമ്മളൊരു ഓവർലോഡ് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്ന പെയിൻ ചിലപ്പോൾ നാളെ ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ അതിലൊരു ചേഞ്ച് വരും. നമുക്കങ്ങനെ ഒരു കറക്റ്റ് ഡെഫിനറ്റ് ടൈം പറയാൻ പറ്റില്ല. നമ്മൾ അവരെ അസസ് ചെയ്തിട്ട് എത്രയാണോ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. അതിന് മുന്നേ നമുക്കൊരു ഓക്കെ നിങ്ങളുടെ ഇതാണല്ലോ ഇത്ര ഡേയ്സ് എന്ന് നമുക്കൊരു പ്രോപ്പർ കാൽക്കുലേറ്റഡ് ഡേയ്സ് പറയുന്നത് കുറവായിരിക്കും. പിന്നെ അവരുടെ ആ ഒരു തിരിച്ചുള്ള റെസ്പോൺസും അവർ എക്സസൈസ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനും ഒക്കെ പോലെ ഇരിക്കും. ചിലർ ഒരു ദിവസം ചെയ്യും, അടുത്ത ദിവസം ചെയ്യില്ല. അപ്പോൾ പിന്നെയും റിക്കവറി പുറകോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പം ഈ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും? അപ്പം അവരെ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടുപെടുവായിരിക്കും. അതെ, തീർച്ചയായിട്ടും പാടുപെടും. നമുക്ക് വരുന്ന പല കേസസ് ഉണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ പെയിൻ മാത്രമല്ല, നമുക്ക് ഡെവലപ്മെന്റ് ഡിലേ എന്ന് പറയും. ഓരോ ഏജിൽ ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. ഇപ്പോൾ അവർ എഴുന്നേറ്റ് നടക്കണം, എഴയണം എന്നൊക്കെയുള്ള ചിലർക്ക് അത് അറ്റൈൻ ചെയ്യാൻ പറ്റാണ്ട് വരും. അവിടെ നമുക്ക് കുറച്ച് ടെക്നിക്സ് ഓടുന്ന ഫിസിയോതെറാപ്പി, ഒരു പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റിന് അവരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഗ്രോത്തിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക്, ഇനി പിള്ളേർ ഈ പറഞ്ഞ ഡെവലപ്മെന്റിൽ മാത്രമല്ല സെർബൽ പാൽസി, ഡൗൺ സിൻഡ്രോം, അങ്ങനെ ഒത്തിരി കേസുകളിൽ ഫിസിയോതെറാപ്പിസ്റ്റ് അവർക്ക് ഡെയിലി വേണ്ടി വരുന്നവരുണ്ട്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ കുട്ടികൾ കോമൺ ആയിട്ട് ലാപ്ടോപ്പ്, ഫോൺ യൂസ് കൂടുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ കുട്ടികൾ വരാറുണ്ട്. ഒരു 10 വയസ്സൊക്കെ ഉള്ള പിള്ളേർ കഴുത്തുവേന, തോളുവേന എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ അവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പല വെറൈറ്റീസ് ഓഫ് ഡിസീസസിലും അതുപോലെ ഇങ്ങനത്തെ അവസ്ഥകളിലും ഫിസിയോതെറാപ്പി തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. ഓക്കെ. അപ്പം എന്തായാലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ഫിസിയോതെറാപ്പിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മളുടെ ആ ഒരു ഇരിപ്പിന്റെ രീതി, നിപ്പിന്റെ രീതിയാണ് കുറേയൊക്കെ നമ്മളെ പെയിനിലോട്ട് നയിക്കുന്നത്. അതൊന്ന് കറക്റ്റായിട്ട് പോസ്റ്റ് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ വേദനകളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. കുറച്ചും കൂടെ നമ്മുടെ വർക്ക്, ഇപ്പോൾ ഹാഫ് ആൻ അവർ ചെയ്യുന്ന വർക്ക് നടുവേദന എടുത്തു തുടങ്ങുന്നവർക്ക് ലോങ് ടേം ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നതിൽ സാധിക്കുന്നതായിരിക്കും. എനിക്ക് തോന്നി ഇപ്പം എനിക്കും കേട്ടോണ്ടിരുന്നപ്പോൾ നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവർക്കും തോന്നിയ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഈ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇരിപ്പല്ലാത്തത് കൊണ്ടാണ് ഈ പെയിൻ അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നത്. ഏതാണ് പ്രോപ്പർ ആയിട്ടുള്ളത്? ഇപ്പം ശരിയായ രീതി എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, നമ്മൾ ആരാഞ്ഞ് ചിലപ്പോൾ പോകുന്നില്ലായിരിക്കും. അപ്പൊ അത് എന്താണെന്ന് ഡോക്ടർ ഒന്ന് വ്യക്തമാക്കാം. നമുക്കത് പാട്ടുകൾക്ക് ശേഷം അത് പറഞ്ഞാലോ? തീർച്ചയായും. സോ എന്തായാലും പാട്ടുകൾക്ക് ശേഷം എങ്ങനെയാണ് ഒരു വ്യക്തി ഇരിക്കേണ്ടത്, നടക്കേണ്ടത്, നിൽക്കേണ്ടത് തുടങ്ങിയ പ്രോപ്പർ രീതി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നു SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ
സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് നമുക്ക് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പല സിറ്റുവേഷനും പല രോഗങ്ങൾക്കും കാരണമായി മാറുന്നത്. ഇപ്പം നമുക്കറിയാം, രാവിലെ മുതൽ ഒരു നേരം വരെ ഇരിപ്പ് തന്നെ ജോലിയായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യണം, നമ്മുടെ സിസ്റ്റത്തിൻ്റെ മുന്നിൽ നിന്ന് മാറാൻ പറ്റാതെ ജോലി ചെയ്യുന്നവരുണ്ട്. അതിനുശേഷം അവർ വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ മതി എന്നറിയും. കാരണം ഒരു റിലാക്സേഷനാണ് ഒന്ന് കിടന്നു കഴിയുമ്പോൾ. അപ്പം ആ ഒരു പ്രോപ്പറായിട്ടുള്ള വിധം അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പെയിൻ അനുഭവപ്പെടുന്നത്. അപ്പം പ്രോപ്പർ രീതി എന്താണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇരിക്കേണ്ടത് എങ്ങനെയാണ്, നിൽക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഡോക്ടർ ഗംഗായസ് ഗോവിന്ദ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. സോ ഡോക്ടർ, ഞങ്ങൾക്ക് അറിയേണ്ടത് ഇതാണ്, പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഇരിക്കേണ്ടത്, നിൽക്കേണ്ടത് തുടങ്ങിയതൊന്നും പറഞ്ഞു തരാമോ? അപ്പോൾ നമ്മളൊരു ഇരിക്കുന്ന ജോബ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഡെസ്ക്ടോപ്പ് വർക്ക് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവരിയ്ക്കുമ്പോൾ നമ്മുടെ ഒരു ഐ ലെവലിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് കൊണ്ടുവരണം. അത് നമ്മുടെ PC, നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഐ ലെവലിൽ കൊണ്ടുവരാൻ നോക്കും. നമുക്ക് ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മുടെ ചെയറിൻ്റെ ഹൈറ്റോ അല്ലെങ്കിൽ ടേബിളിൻ്റെ ഹൈറ്റോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന കുറച്ചും കൂടെ നേരെ ആയിരിക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് കൂനിക്കൂടി ഇരിക്കുന്നു, അല്ലെങ്കിൽ കുറേ ചാരി വളഞ്ഞും ഒക്കെ ഇരിക്കുന്നു. അതല്ലാതെ കഴിവതും നേരെ ഇരിക്കാൻ നോക്കുക. നേരെ ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു പില്ലോ യൂസ് ചെയ്യാം. നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു പില്ലോ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു പില്ലോയിൽ കുറച്ചുകൂടെ നേരായിട്ടിരിക്കും. കാലുകൾ രണ്ടും 90 ഡിഗ്രി താഴെ, ഇതൊരു ഐഡിയൽ പൊസിഷനാണ് കേട്ടോ. നമ്മൾ നേരെ നോക്കിയിരിക്കുന്നു, കാലുകൾ ഒരു 90 ഡിഗ്രി താഴെ. ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ കൈകൾ, ഇപ്പം ലാപ്ടോപ്പും കീബോർഡും ഒക്കെ യൂസ് ചെയ്യുന്നവർ നമ്മുടെ റിസ്റ്റ് അധികം അങ്ങ് വളയ്ക്കാതെ ചെയ്യുക. അതായത് പൊക്കി ഉയർത്തി ഭയങ്കരമായിട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, താഴെ അങ്ങ് വെച്ചിട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ കുറച്ചുകൂടെ നമ്മളൊരു നല്ലൊരു പ്രോപ്പർ പൊസിഷനിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഹാഫ് ആൻ അവർക്ക് വർക്ക് എടുക്കുന്നവരായിരിക്കും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, കഴുത്തിന് കുറച്ച് സ്ട്രെച്ചസ് കൊടുക്കുക. നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് ഒത്തിരി ഉണ്ട്, കഴുത്തിനും ബാക്കിനൊക്കെ ഉള്ള, അത് ഇൻ ബിറ്റ്വീൻ കൊടുക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് കൈ കാലിന് മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതേസമയം നിൽക്കുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ പോലീസ്മാൻ, ടീച്ചേഴ്സ്, ഇവർക്കൊക്കെ വരുന്നൊരു മേജർ പ്രശ്നമാണ് വെരിക്കോസ്. അത് വരുന്നതിൻ്റെ മേജർ റീസൺ തന്നെ ഇവർ നിൽക്കുന്നുണ്ട്, നല്ല ബ്ലഡ് സപ്ലൈ മേളിലോട്ട് കയറി പോകുന്നില്ല, താഴോട്ട് ഹാർട്ട് എത്തിക്കും. തിരിച്ച് കയറണമെങ്കിൽ നമ്മുടെ മസിൽസും ഇതൊക്കെ കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ കുറേ നേരം നിൽക്കുന്നവർക്ക് കാലിന് കട്ട്, കഴപ്പ്, പെയിനൊക്കെ വരും. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒന്ന് നടക്കുക. അവർക്കൊരു പ്രോപ്പർ ഒരു സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാം, കുറച്ച് കട്ടിയുള്ള സോക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാഫിന് സ്ട്രെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നിൽക്കുന്ന ടൈമിൽ ചില ഒറ്റക്കാലിലായിരിക്കും നിൽക്കുന്നത്, ഒരു കാലിൽ ബലം കൂടുതൽ കൊടുത്ത് നിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് കാലൊന്ന് ചെറുതായിട്ട് അകത്തിപ്പിടിക്കുക. അപ്പോൾ രണ്ട് കാലിലും ഈക്വൽ വെയിറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റും. ഈ നടുവൊക്കെ വളഞ്ഞും കുത്തി നിൽക്കാതെ കുറച്ചുകൂടെ ഒന്ന് നേരെ നിൽക്കാൻ കൊടുക്കുക. കൂടുതൽ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. അതായത് നമ്മൾ ഇരിക്കുവാണെങ്കിലും നിൽക്കുവാണെങ്കിലും കുറച്ചുകൂടെ മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പെയിനൊക്കെ അധികം വരാതെ പറ്റും. ഓക്കെ, ഈ ഒരു സംശയം, കിടക്കുമ്പോൾ ചിലപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കിടക്കുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കരുത്, ലെഫ്റ്റ് സൈഡിലോട്ട് കിടക്കരുത്, അങ്ങനെ, അല്ലെങ്കിൽ തലേണ കാലിൽ അങ്ങനെ വെക്കരുത്, നടുവിന് ഒരു പില്ലോ വെക്കുന്നത് നല്ലതാണ്, അതൊക്കെ ഇങ്ങനെ പലരും പലത് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് പ്രോപ്പർ എന്ന് പലപ്പോഴും കൺഫ്യൂഷൻ ആണ്. അപ്പൊ കിടക്കുന്നതിൽ ശരിയായ വിധം എങ്ങനെയാണ്? കിടക്കുന്നതിൽ ശരിയായ വിധം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഓരോരുത്തർക്ക് ഇപ്പൊ പറഞ്ഞു, ചിലർക്ക് നേരെ കിടന്ന ഉറക്കം വരില്ല, ചിലർക്ക് ചെരിഞ്ഞ് കിടന്ന ഉറക്കം വരില്ല, കമന്ന് കിടക്കണം, അങ്ങനെയുണ്ട്. കമന്ന് കിടക്കുന്ന കുഴപ്പമില്ല, പക്ഷെ ലോങ് ടൈമിൽ കിടക്കുമ്പോൾ ഈ പറഞ്ഞ നെക്കിനും വയറിനും ഒക്കെ വരും. പിന്നെ സൈഡ് നമ്മൾ കൂടുതലും റൈറ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കാതെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കാൻ പറയും, ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ നേരെ കിടക്കുന്ന ഒരാളാണെങ്കിൽ ഒരു നേർത്ത പില്ലോ, ഒരു ഫേം ആയിട്ടുള്ള, ഹാർഡല്ല സോഫ്റ്റ് അല്ലാത്ത ഫേം ആയിട്ടുള്ള ഒരു പില്ലോ നമ്മുടെ നെക്കിൻ്റെ താഴെ ഷോൾഡറും കൂടെ കൂട്ടി വരുന്ന രീതിയിൽ കിടക്കണം. എന്നിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിലായിട്ടൊരു പില്ലോ വെക്കാം. അതൊരു പൊസിഷൻ. പക്ഷെ ഇവര് ബെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴിവും തിരിവും ഒക്കെ ഉള്ളതാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല സ്റ്റിഫായിരിക്കും. കുറച്ചുകൂടെ ഫേം ആയിട്ടുള്ള ബെഡ് മാട്രസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവർ ചെരിഞ്ഞാണ് കിടക്കുന്നെങ്കിൽ ഇതേപോലെ തലയിലൊരു പില്ലോ വെക്കാം. ഇൻ ബിറ്റ്വീൻ മുട്ടിൻ്റെ ഇടയ്ക്ക് അവർക്കൊരു പില്ലോ വെക്കാം. കൈയുടെ രണ്ട് സൈഡ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മുട്ടുകളുടെ ഇടയ്ക്ക് മടക്കി വെച്ചിരിക്കുന്ന മുട്ടുകളുടെ ഇടയ്ക്ക് വെക്കുന്നതായിരിക്കും. ഈ കമന്ന് കിടക്കുന്നവർ പില്ലോ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, തലയുടെ അവിടെ പില്ലോ യൂസ് ചെയ്തില്ലെങ്കിലും കാലിൻ്റെ അവിടെ വെക്കുന്നത് നല്ലതായിരിക്കും. ഈ പില്ലോ നമ്മൾ വെക്കുന്നത് ഒരു ബോഡി ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി. നമ്മൾ നേരെ കിടക്കുമ്പോൾ ചില പറയും ഭയങ്കര നടുവേദന, അവരടിയിൽ മുട്ടിൻ്റെ അടിയിൽ ഒരു പില്ലോ വെച്ച് നോക്കിക്കേ, അവരെ പെയിൻ പോകും. വേറൊന്നുമല്ല, അവർ നെർവൊക്കെ കുറച്ച് വലിഞ്ഞിരിക്കുമ്പോൾ ആ ഒരു സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ നമ്മൾ ഈ പറഞ്ഞൊരു പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതോടെ അവർക്ക് ഈ ഒരു പെയിൻ ഈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു പൊസിഷനാണ്, നമുക്ക് എല്ലാവർക്കും ഇത് മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല.
എല്ലാവരും കേൾക്കുന്ന ഒരു മേജർ ഇതാണ് തലവെണ്ണ വെക്കരുത്, കഴുത്തുവേന വരും, തലവെണ്ണ വെക്കരുത്. തലവെണ്ണ എന്ന് പറയുന്നത് 3-4 വെക്കുവാണെങ്കിൽ വെക്കണ്ട, ഒരെണ്ണം വെച്ചോ കുഴപ്പമില്ല. നേരെ കിടക്കുമ്പോൾ തലവെണ്ണ വെച്ചില്ലെങ്കിലും പക്ഷെ ചെരിഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തലവെണ്ണ യൂസ് ചെയ്യണം. നമ്മൾ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നട്ടല് കുറച്ചുകൂടെ വളഞ്ഞായിരിക്കും, നമ്മുടെ കഴുത്ത് കുറച്ചുകൂടെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ അതനുസരിച്ച് വളഞ്ഞിരിക്കും. അപ്പോൾ ഒരു ചെറിയ പില്ലോ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആകും. നമ്മുടെ നട്ടലിന് ഒത്തിരി ലോഡ് കൊടുക്കാതെ കിടക്കും. അതുപോലെ കിടന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോഴും ചെരിഞ്ഞെഴുന്നേറ്റ് വരികയാണെങ്കിൽ ബാക്കിന് സ്ട്രെയിൻ ഇല്ലാതെ വരാം. നേരെ എഴുന്നേറ്റ് വരുമ്പോഴാണ് നടുവിന് സ്ട്രെയിൻ, ചെരിഞ്ഞെഴുന്നേറ്റാൽ അത്ര സ്ട്രെയിൻ വരില്ല. അതും നമുക്ക് നോക്കാവുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഡോക്ടറിൽ നിന്ന് തന്നെ ഒരു വ്യക്തമായിട്ട് അതിന്റെ ഉത്തരം എന്നാന്നുള്ളത് നമ്മൾ കേട്ടു. എങ്ങനെ നമുക്ക് കിടക്കാം, എങ്ങനെ നിൽക്കാം, എങ്ങനെ എഴുന്നേറ്റ് വരാം, എങ്ങനെ ശരിയായ രീതിയിൽ ഇരിക്കാം തുടങ്ങിയ കാര്യങ്ങൾ കേട്ടു. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് പോണ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കത്തേ ഇല്ല. ഓക്കെ, എന്ത് വേണേലും ആവട്ടെ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ ജിമ്മിൽ പോകുന്നു, ധാരാളം വെള്ളം കുടിക്കുന്നു, പക്ഷെ നമ്മുടെ പോസ്റ്റേഴ്സ് ഒന്നും നമ്മൾ ശരിയാക്കുന്നേ ഇല്ല. അപ്പൊ എന്തായാലും ഇതെന്തായാലും എല്ലാവർക്കും വളരെ അനിവാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഫിസിയോതെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും ധാരാളം കാര്യങ്ങൾ കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആണ്. ഫിസിയോതെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗായസ് ഗോവിന്ദ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ, തിലകം. സോ ഡോക്ടർ, നമ്മൾ എങ്ങനെ ശരിയായ വിധത്തിൽ എങ്ങനെ ഇരിക്കാം, കിടക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചില പരസ്യങ്ങളൊക്കെ കണ്ടില്ല. ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ചില അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടുണ്ട്. ഈ പ്രഗ്നന്റ് ലേഡീസിന് ഇതുപോലെ കിടക്കാനായിട്ട് ചില പില്ലോ, അതായത് C ഷേപ്പിലുള്ളത് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇപ്പോൾ പ്രഗ്നന്റ് ലേഡീസ് ഈ ഒരു സമയത്ത് അവരുടെ പോസ്റ്റേഴ്സ്, അവരുടെ എങ്ങനെയാണ് അവർ കിടക്കേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടത്, പലർക്കും സംശയങ്ങളാണ്. ഇപ്പം ചിലരും ബുക്സ് വായിച്ച് അവർ ചിലപ്പം നേടാറുണ്ട്, അല്ലെങ്കിൽ അറിവുകൾ അവർ നേടാറുണ്ട്, അല്ലെങ്കിൽ പഴമക്കാർ, അമ്മമാർ, അല്ലെങ്കിൽ പഴയ തലമുറകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ എന്താണ് ശരിയായ വിധത്തിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ഡോക്ടറിന് എന്താണ് പറയുന്നത്? ഇപ്പം ഗർഭിണികൾ ഗർഭകാലത്തും പ്രസവത്തിന് ശേഷവും ഫോളോ ചെയ്യേണ്ട, മനഃപൂർവ്വമായിട്ട് അവരവരുടെ ശരീരത്തിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ മാക്സിമം നേരെ കിടക്കാതിരിക്കുക. നേരെ കിടക്കുന്ന ടൈമിൽ ശ്വാസം മുട്ടലും വയറിന് സ്ട്രെയിനും ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ നേരെ കിടക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നു. അവരാണ് ചെരിഞ്ഞ് കിടക്കേണ്ടത്. അതായത് കൂടുതലും ഒരു ലെഫ്റ്റ് സൈഡിലോട്ട്, ലെഫ്റ്റ് സൈഡിലെ കൈ താഴെ വരുന്ന രീതിയിൽ ചെരിഞ്ഞ് കിടക്കാം. ചെരിഞ്ഞ് കിടക്കുമ്പോഴും നേരെ ആയി പോകരുത്. ഒരു പില്ലോ ഒക്കെ വെച്ചിട്ട്, അതിനാണ് ഈ പ്രഗ്നൻസി പില്ലോസ് ഉള്ളത്. നമുക്ക് കുറച്ചുകൂടെ പൊങ്ങി കിടക്കാം, കാലിൻ്റെ ഇടയ്ക്ക് സപ്പോർട്ടുണ്ട്. ആ രീതിയിൽ കിടക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഇവരോട് തന്നെ പറയും നേരെ കിടക്കണം. ഓക്കെ, നിങ്ങൾ ചെരിഞ്ഞൊന്നും കിടക്കരുത്, നേരെ കിടക്കണമെന്ന്. കുറച്ചുകൂടെ വയറ് വലിയാനൊക്കെ ആയിട്ട് പണ്ട് തൊട്ട് പറഞ്ഞു വരുന്നൊരു കാര്യമാണ് നേരെ കിടക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രഗ്നൻസിയുടെ ടൈമിൽ വയറ് കൂടുന്നതിനനുസരിച്ച് ഇവരങ്ങ് ഫ്രണ്ടിലോട്ടങ്ങ് വയറ് തള്ളി അങ്ങ് വെക്കും. അതായത് നടു ഒന്നും കൂടെ കുറച്ചുകൂടെ വളച്ചിട്ട് കൈയൊക്കെ 2 ഹിപ്പിൻ്റെ സൈഡിലിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു തള്ളി ഒരു നിപ്പുണ്ട്. അത് കൂടുതലും വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്കതൊരു സുഖമാണ്. ഉള്ള ഒരു ഡിഫോമിറ്റി കുറച്ചും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് അവർക്ക് നടുവിലോട്ടുള്ള സ്ട്രെസ് കുറയുന്ന പോലെ, അതുപോലെ വയറിനൊരു താങ്ങ് കൊടുക്കുമ്പോൾ ആ വെയിറ്റ് കുറയുന്നതായിട്ട് തോന്നും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന വഴി പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് പെയിൻ തീർച്ചയായിട്ടും ഉണ്ടാകും. അതായത് കുറച്ചുകൂടെ അങ്ങനെ ടിൽറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല മസിൽസ് ഒക്കെ സ്ട്രെയിൻ ആയിട്ട് മിക്കവരും പറയും ബാക്ക് പെയിനാ, പ്രഗ്നൻസി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പെയിനാണ്. കാരണം നമ്മൾ ഈ ഒരു പോസ്റ്റർ കൊണ്ടാണ്. അവരും കഴിവതും വളഞ്ഞു നിൽക്കാതെ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അവർ നടപ്പും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ആടി 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 ഒരു നടപ്പായിരിക്കും. അതും അല്ലാതെ കുറച്ചുകൂടെ ഒന്ന് നേരെ നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ അവർ നിപ്പും ഇരിപ്പും കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അവരെടുത്ത് നമ്മൾ നിപ്പും ഇരിപ്പും ശ്രദ്ധിക്കാൻ പറയുന്നത് അവർ ഫീഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആണ് കൂടുതലും നെക്ക് പെയിൻ വരുന്നത്. കാരണം ആരും ഒരു ബാക്ക് സപ്പോർട്ടൊന്നുമില്ല, ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് അങ്ങ് ഫീഡ് ചെയ്തിട്ട് പോകണം എന്നൊരു മൈൻഡായിരിക്കും. കാരണം കൊച്ചു കരയുന്നു, കൊച്ചിൻ്റെ കരച്ചിൽ നിർത്തണം. ഒരിക്കലും അങ്ങനെയല്ല. നമ്മളൊരു കസേരയിലിരുന്ന് നല്ല ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് അതിലോട്ട് ചാരിയിരിക്കും. എന്നിട്ട് കൊച്ചിനെ നമ്മുടെ ഒപ്പം കൊണ്ടുവന്നുള്ള രീതിയിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഒരു നെക്ക് പെയിൻ പറയുന്നത് അവോയ്ഡ് ചെയ്യാം. ഇനി ഇതല്ല കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റൽ ഡോക്ടറെ അടുത്ത് പറയാം. ഡോക്ടർ നമ്മളെ നേരെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു വിടും. നമുക്കതനുസരിച്ചുള്ള കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ടൈമിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രഗ്നന്റ് ലേഡീസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ അല്ലേ, എന്താണ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഇനിയിപ്പം സംശയം പലർക്കും
കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഭയങ്കര സെൻസിറ്റീവായിട്ട് കാണുന്ന കാര്യമാണ്. കാരണം കുഞ്ഞിന്റെ തല അങ്ങനെ പ്രോപ്പറായിട്ട് വെക്കണം, അങ്ങനെ ചെയ്യരുത്. അപ്പം ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു സമയത്ത് മനഃപൂർവ്വമായിട്ട് പേരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗാർഡിയൻസ് ചെയ്യേണ്ട അവരുടെ പോസ്റ്റേഴ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. ഫിസിയോതെറാപ്പിയുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ജോവാണ് നമ്മുടെ കൂടെ എന്നുള്ള എക്സ്പെർട്ട് ഡോക്ടർ ഗംഗായസ് ഗോവിന്ദ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഫ്രം മീറ്ററ ഹോസ്പിറ്റൽ തെലകം. സോ ഡോക്ടർ, നമ്മൾ മുതിർന്നവർ പാലിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പോസ്റ്റേഴ്സ്, ഇരിക്കേണ്ട വിധം, നടക്കേണ്ട വിധം, കിടക്കേണ്ട വിധം ഒക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പം ഗർഭിണി ആയിട്ടുള്ള സ്ത്രീകൾ അവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ പോകുന്നത് കുഞ്ഞുങ്ങളിലേക്കാണ്. സോ കുഞ്ഞുങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അവരെത്രമാത്രമാണ് അവരുടെ പോസ്റ്റേഴ്സ് ശരിയായ വിധം നോക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് വ്യക്തമാക്കാവോ? ഒരു വയസ്സ് വരെ മൊത്തം നമ്മുടെ കൺട്രോളാണ്. അപ്പം നമ്മൾ അവരെ എടുക്കുന്ന രീതിയും എപ്പോഴും പറയും, നമ്മൾ കഴുത്തിന് സപ്പോർട്ട് കൊടുത്ത് എടുക്കണം. അതുപോലെ എടുക്കുന്ന രീതിയും എല്ലാം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് കുറച്ചുകൂടെ അവരെ നേരെ കിടത്താനും ഇരുത്താനും ഒക്കെ നോക്കുക. അതുപോലെ തന്നെ ടമ്മി ടൈം, അതായത് കമത്തി കിടത്തുന്നത് ഒരു കുറച്ചും കൂടെ മാസങ്ങളൊക്കെ കഴിയുമ്പോൾ കമത്തി കിടത്തുന്നത് അവരെ ഗ്രോസ് മോട്ടോസ് എന്ന് വെച്ചാൽ അവരെ മൊത്തത്തിലുള്ള ആ ഒരു ഡെവലപ്മെൻറ്റിനെയും അതുപോലെ തന്നെ അവരെ മസിൽസൊക്കെ ഒന്ന് ടോൺ ആകാനും അടുത്തടുത്ത മൂവ്മെൻറ്റ്സിലോട്ട് പോകാനും അവരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതായത് എഴയാനും നീന്തി പോകാനും ഒക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പൊസിഷൻ. ഇനി അവരെ വളച്ചൊടിച്ച് പിടിക്കാതിരിക്കുക. പലരും പിള്ളേരെ കൈയൊക്കെ തൂക്കി അങ്ങ് പിടിക്കും. അതായത് ഇപ്പം നടന്നു തുടങ്ങുന്ന പിള്ളേരുടെ അവർ കൈ തൂക്കി പിടിച്ചുകൊണ്ട് നടത്തും. പക്ഷെ അത് അത്ര നല്ല കാര്യമല്ല. കാരണം അങ്ങനെ കൈ തൂക്കി പിടിച്ച് നടക്കുമ്പോൾ മേ ബി ആ ഒരു ഏരിയയിൽ നെർവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വലിയാനും അതുപോലെ തന്നെ നമ്മുടെ മസിലിനും അല്ലെങ്കിൽ നമ്മുടെ ജോയിൻസൊക്കെ ഒന്ന് തള്ളി മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ കുട്ടികളെ ഈ കൈ പിടിച്ച് തീരെ കുട്ടികളായിട്ടുള്ളവരെ നമ്മളങ്ങനെ നടത്തി തുടങ്ങുമ്പോൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണത്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെ നോക്കണം. കൊച്ചുങ്ങളുടെ കക്ഷത്തിൽ ആക്സിലിൽ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നടത്തുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല, കാരണം സപ്പോർട്ടാണ്. കൈ പൊക്കുന്ന അനുസരിച്ച് അവർക്കത് സ്ട്രെയിൻ ആകാൻ വരും. ചില കുളിപ്പിക്കുന്ന ആൾക്കാർ കൈയൊക്കെ വലിച്ച് നിവർത്തി ഒരു വലിയൊരു മൽപ്പിടുത്തം തന്നെ നടത്തും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അത്രയും മൽപ്പിടുത്തത്തിൻ്റെ ആവശ്യം കുട്ടികൾക്കില്ല. പിന്നെ ഒരു ഏജ് കഴിയുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നു അതുപോലെ ചെയ്യും. അപ്പോൾ അവർ കഴിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുകയാണെങ്കിൽ അവർ ഫോൺ, അപ്പോൾ കിടന്നുകൊണ്ടായിരിക്കും കഴിക്കുന്നത്, കിടന്നുകൊണ്ടായിരിക്കും എല്ലാ പരിപാടിയും. അങ്ങനെ കിടക്കുമ്പോൾ അവരുടെ നെക്കും ബാക്കിനും ഒക്കെ ഈ പറഞ്ഞ പോലെ പോസ്റ്ററിന് ഡിഫോമിറ്റി ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് അധികം സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ സ്ക്രീൻ ടൈമിലൂടെ അല്ലെങ്കിൽ ഒരു ഫോൺ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു TV യൂസിലാണ് കുട്ടികളെ പോസ്റ്റർ കൂടുതലും മാറുന്നത്. അതായത് അവർ കുറച്ചുകൂടെ വളഞ്ഞിരിക്കുന്നു, കിടന്നുകൊണ്ടാണെങ്കിലും വളഞ്ഞിരുന്ന് നോക്കുന്നു. പിന്നെ ഇവർക്ക് ചില പിള്ളേർക്ക് കാണാം നല്ല ഹൈറ്റ് ഉള്ളവർ ഇച്ചിരി കൂനി അങ്ങ് പോകുന്ന കാണാം. അപ്പോൾ അവർക്ക് ഈ ഒരു ഇരിപ്പ് എപ്പോഴും നമ്മളൊന്ന് അവെയർ ചെയ്യുക. നേരെ ഇരിക്കുക, കുറച്ചുകൂടെ സോഫയിലൊക്കെ ഇരിക്കുമ്പോൾ വളഞ്ഞ് കുത്തിയിരിക്കുക, നേരെ ഇരിക്കാൻ പറഞ്ഞ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റർ കറക്ഷനിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു അഡ്വൈസ്. നമ്മൾ തന്നെ കോൺഷ്യസ് ആയിട്ട് പോസ്റ്റർ ഒന്ന് നേരെ നിൽക്കുന്നത് നല്ലതായിരിക്കും. ബാഗ് ഇടുന്ന ടൈമിലാണെങ്കിലും ബാഗ് ഇടുമ്പോൾ നമ്മളൊക്കെ പണ്ടൊരു ഫാഷന് ചെയ്യുന്നതാണ്, അങ്ങ് തൂക്കി താഴെ വരെ അങ്ങ് ഇടും. അങ്ങനെയല്ല, നന്നായിട്ട് വലിച്ച് തന്നെ ഷോൾഡർ ലെവലിൽ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമ്മുടെ ബാക്ക് നേരെ നിൽക്കണം. അതായത് ഷോൾഡേഴ്സൊക്കെ നല്ല നേരെ നിൽക്കുന്ന രീതി വേണം ബാക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബെൽറ്റ്, അതിൻ്റെ താഴെ 2 വള്ളിയുണ്ട്, നമ്മളത് കറക്കിക്കൊണ്ട് നടക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതൊരു സപ്പോർട്ടാണ് നമുക്ക് വെയിറ്റ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അവരൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നൊരു കാര്യമാണ്. കാരണം അവരറിയുന്നില്ല അവരെങ്ങനെയാണ് ഇരിക്കുന്നതെന്നും നിൽക്കുന്നതെന്നൊന്നും. കുറച്ചുകൂടെ നമുക്ക് പറഞ്ഞു കൊടുത്ത പേരൻസിന് കുറച്ചും കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെ നേരെയാക്കാൻ പറ്റുന്നതാണ്. ഇനിയില്ല പക്ഷെ അവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് വലിയ മാറ്റം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ ഒന്ന് കാണിക്കുക. കാരണം വേറെ പോസ്റ്ററലായിട്ടുള്ള ഇഷ്യൂസ് അല്ല, അവർക്ക് ബോൺ റിലേറ്റഡ് ആണെങ്കിലും അത് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. ആ ടൈമിലൊന്ന് കാണിക്കുന്നതല്ലായിരിക്കും. ഈ സമയത്ത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പം സ്കൂൾ ബാഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അത് നമുക്കറിയാം, ഈ ഒരു സ്കൂൾ ബാഗിന് നല്ല അമിത ഭാരം തന്നെയുണ്ട്. നമ്മൾ പലപ്പോഴും അതൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഈ സ്കൂൾ ബാഗ് വെക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ബാക്ക് നെക്കിൽ ഭയങ്കര ഒരു പോയിന്റ് സ്ഥലത്ത് ഭയങ്കര ഒരു പോയിന്റ് ആയിട്ട് ഭയങ്കര പെയിൻ വന്നിട്ടുണ്ട്. അപ്പം അതെങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റും? ഇപ്പം ഈ മാതാപിതാക്കൾ എന്താണ് അതിനെ ശ്രദ്ധിക്കണം, കുട്ടികൾ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളത്
കുറച്ചുകൂടെ നമ്മൾ ഈ ലുക്ക് വൈസും അതിൻ്റെയൊക്കെ ഒരു കുറേ ഡിസൈൻ വൈസ് ആയിരിക്കും ബാഗ് ചൂസ് ചെയ്യുന്നത്. ബാഗ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വെയിറ്റ് ഇല്ലാത്ത ബാഗ് നമ്മൾ അവിടെ വെച്ച് തന്നെ ഇട്ട് നോക്കുക. ഓൾറെഡി ബുക്സിന് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ബാഗ് ചൂസ് ചെയ്യുന്ന ടൈമിൽ ബാഗിനധികം വെയിറ്റ് ഇല്ലാത്തത് നോക്കുക. പിന്നെ കുട്ടികൾക്ക് പറ്റുന്ന സൈസായിട്ട് നോക്കുക. അപ്പോൾ ആളാകെപ്പാട് ഇച്ചിരിയേ ഉള്ളൂ, പക്ഷെ അയാളൊക്കെ വലിയൊരു ബാഗ് തൂക്കി പോകുമ്പോൾ പിന്നെ ഹെവി ലോഡായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമുക്ക് എന്തായാലും ബുക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ പിള്ളേർ ഒത്തിരി തൂക്കിയിട്ടുകൊണ്ട് ഇങ്ങനെ വലിച്ച് കുനിഞ്ഞൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭയങ്കര ചാക്കൊക്കെ എടുക്കുന്ന പോലെ പോകുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്തിട്ട് ഇവർക്ക് ലഞ്ച് ബോക്സ് ഒക്കെ വേണമെങ്കിൽ കയ്യിലൊരു ബാഗായിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ അത്രയും ലോഡ് കുറഞ്ഞു, നമ്മുടെ ചോറും വെള്ളത്തിൻ്റെ ലോഡ് കുറയുമ്പോൾ അങ്ങനെ ഒരു ഇത്. അതുപോലെ ഈ ബാഗ് കുറച്ചുകൂടെ കയറ്റിയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അവർക്ക് ആവശ്യമില്ലാത്ത ബുക്സും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ വെയിറ്റിൻ്റെ കാര്യം ഓരോ സ്കൂളിലും ഓരോ രീതിയിലാണ്. ഇപ്പം ചിലർ പറയും എല്ലാ ബുക്കും കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ടെക്സ്റ്റ് നോട്ടും കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എന്തായാലും അങ്ങനത്തെ ചില ട്രിക്സ് ആൻഡ് ടിപ്സ് നമ്മൾ ലഞ്ച് ബോക്സ് നമ്മൾ കയ്യിൽ കരുതുക, കോട വേണമെങ്കിൽ കയ്യിൽ പിടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോസ്റ്റേഴ്സ് നമുക്ക് ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫിസിയോതെറാപ്പിയുമായിട്ട് സംബന്ധിച്ച ഇനിയും കുറെ കാര്യങ്ങൾ കേട്ടറിയാം. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനിലൂടെ കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ചലിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ കിടക്കുന്നത് പോലും നമ്മുടെ പിറ്റേ ദിവസത്തെ ഒരു പെയിന് കാരണമായി മാറാറുണ്ട് അല്ലേ? പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇതൊക്കെ നമുക്കൊരു പെയിൻ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു രോഗത്തിനൊരു അവസ്ഥയ്ക്ക് ഇത് കാരണമായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട്. അതിനാണ് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ഉള്ളത്. സോ നമുക്ക് ഇന്ന് SK ജംഗ്ഷനിൽ കൂടെ ഉള്ളത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, ഫ്രം മീച്ചേര ഹോസ്പിറ്റൽ, ഡോക്ടർ ഗംഗ എസ് ഗോവിന്ദ്. സോ ഡോക്ടർ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഈ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പലരും ജിമ്മിൽ പോകാറുണ്ട്, അതുപോലെ തന്നെ ഡയറ്റ് ശ്രദ്ധിക്കാറുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് യോഗ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു എന്താ പറയുക, ഒരു സന്തുലിതാവസ്ഥ, ഒരു ഇക്ലിബ്രിയം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പലരും യോഗ ചൂസ് ചെയ്യാറുണ്ട്. സോ ഇപ്പം നമ്മൾ പറഞ്ഞു ഫിസിയോതെറാപ്പി, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ഫിസിയോതെറാപ്പി ആൻഡ് യോഗ തുടങ്ങിയവയ്ക്കൊക്കെ ഉള്ള ഒരു ബന്ധം എന്താണ്, അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് എന്നുള്ളതൊന്ന് പറയാമോ? യോഗ അല്ലെ ആയുർവേദം കുറച്ചുകൂടെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു അലോപ്പതി ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മേഖലയാണ്. നമുക്ക് കൂടുതലും പെയിൻ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ കുറച്ചുകൂടെ ഹോളിസ്റ്റിക്, നമ്മുടെ മൈൻഡ് കാമാക്കുക, കുറച്ചുകൂടെ റിലാക്സ് ആക്കുക. പക്ഷേ യോഗയിൽ നിന്നുള്ള കാര്യങ്ങൾ ഫിസിയോതെറാപ്പി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസുകൾ. ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ പ്രാണായാമ എന്ന് പറഞ്ഞ യോഗയിൽ നിന്നാണ് കൂടുതൽ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ കുറേ പോസ്റ്റേഴ്സൊക്കെ, ബാക്കിൻ്റെ ഒക്കെ കുറേ പോസ്റ്റേഴ്സ് നമ്മുടെ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസിലോട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി രണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ കുറച്ചുകൂടെ നമ്മൾ മൈൻഡ് കാമാക്കാൻ പല പല പൊസിഷനിൽ പോകുന്നു. നമ്മളിവിടെ കുറച്ചുകൂടെ എന്താണോ പ്രശ്നം അതിന് മാത്രം കൊടുക്കുന്നു. അതായത് ആൾക്ക് എന്ത് പ്രശ്നമുണ്ടോ ആളുടെ സിംറ്റംസ് വെച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതാണ് കുറച്ചുകൂടെ നമ്മൾ യോഗയിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത്. പിന്നെ ആയുർവേദം ആൻഡ് ഫിസിയോതെറാപ്പി നല്ല വ്യത്യാസമുണ്ട്. അത് തമ്മിൽ അത്ര ബന്ധം വരില്ല. കാരണം അത് കുറച്ചുകൂടെ നമ്മുടെ ഒരു ഇന്ത്യൻ ഒറിജിനാണ്. ഫിസിയോതെറാപ്പി എന്താണല്ലോ പുറത്തുനിന്ന് വന്നൊരു ഒറിജിനാണ്, നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടായതല്ല. പണ്ട് തൊട്ടേ ഉള്ളൊരു, ഞാൻ ആദ്യം പറഞ്ഞു, പണ്ട് തൊട്ടേ ഉള്ളൊരു ഡൗട്ടാണ്, ഒഴിച്ചിലും പിടിച്ചിലാണോ ഫിസിയോതെറാപ്പി, തിരുമാണോ ഫിസിയോതെറാപ്പി എന്നുള്ളത്. തീർച്ചയായിട്ടും അല്ല. ഇപ്പോഴും നമ്മുടെ ഹെൽത്ത് സർവീസിൽ നിൽക്കുന്നവർ പോലും തിരുമിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ തിരുമാൻ വരുന്ന ആൾ എന്നാണ് ഫിസിയോതെറാപ്പിസ്റ്റിന് ഇപ്പോഴും സ്റ്റിൽ പറയുന്നത്. തീർച്ചയായിട്ടും അല്ല. അതൊക്കെ കൂടുതൽ ഒരു ആയുർവേദം അല്ലെങ്കിൽ ഒരു മസാജിങ് സെൻറ്ററിലുള്ളതാണ്. ഫിസിയോതെറാപ്പിയിൽ വരുമ്പോൾ നമ്മൾ കൂടുതൽ എക്സസൈസുകളാണ്, ഒരു ചലനശാസ്ത്രം എന്നൊക്കെ പറയാം. ആ ചലനങ്ങളും കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് കൂടുതലും ഫിസിയോതെറാപ്പിയിൽ. നമുക്ക് ഈ ഉഴിച്ചിലും പിടിച്ചിലും കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല, എണ്ണ ഉപയോഗിച്ചുള്ളൊന്നുമില്ല. ഞാൻ പഠിച്ചിട്ട് ഇതുവരെ അത് കണ്ടിട്ടില്ല. പണ്ടുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. നമ്മൾ മസാജിങ് ഒരു ടെക്നിക്കാണ്. ഇപ്പം സർജറി കഴിഞ്ഞിട്ട് നീര് വരുന്നവരുണ്ട്. ഇപ്പം ബ്രസ്റ്റ് റിമൂവൽ സർജറി കഴിഞ്ഞിട്ട് നീര് വരുന്നവർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ലിംഫാറ്റിക് ഡ്രെയിനേജ്. അതൊരു തിരുമ്പ് പോലൊരു സംഭവം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള രീതികളുണ്ടെന്നല്ലാതെ നമ്മൾ ഈ നോർമലി വിചാരിക്കുന്ന ചൂടൊക്കെ വെച്ചിട്ടുള്ള അതൊന്നും ഫിസിയോതെറാപ്പിയിലെ കൂടുതൽ എക്സസൈസ്. നമ്മൾ എക്സസൈസും കൊണ്ടാണ് നമ്മളെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. കൂടുതലും എക്സസൈസ്. പിന്നെ കുറേ ടെക്നിക്സ് ഉണ്ട്, ഓർത്തോയിൽ കുറേ ടെക്നിക്സ് ഉണ്ട്, ന്യൂറോ റിലേറ്റഡ് ടെക്നിക്സ്. ആ ടെക്നിക്സ് പ്ലസ് നമുക്ക് കുറച്ച് പെയിൻ കുറയ്ക്കാനുള്ള മെഷീൻസ് ഉണ്ട്. അത് വെച്ചിട്ട് ആണ് കൂടുതൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് രീതികൾ പോകുന്നത്. ഓക്കെ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത്
എപ്പോഴാണ് ഒരാൾക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ആവശ്യം വരുന്നത്? അതായത് ഇപ്പം ഒരു ചുമ്മാ നമ്മളിപ്പോൾ വന്ന് വെറുതെ നമ്മൾ ചിലപ്പോൾ ബോഡി ചെക്കപ്പ് നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ വന്ന് കൺസൾട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മൾ മുമ്പ് ആദ്യമേ നമ്മൾ പറഞ്ഞു ഒരു മുറിവ് ഉണക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകൾ ചിലപ്പം കുട്ടികൾക്ക് ഇപ്പം ഒരു വളർച്ച എത്താത്ത വിധമുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഒരു നമ്മൾ ബോഡി ചെക്കപ്പ് നടത്തുന്നത് പോലെ എൻ്റെ ശരീരത്തിന്റെ പ്രവർത്തനം ഓക്കെ അല്ലേ ഡോക്ടറെ എന്ന് പറഞ്ഞ് അങ്ങനെയും നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. തീർച്ചയായിട്ടും വരാം. ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ള പോസ്റ്റർ ഉണ്ടോ, നമുക്കൊരു ഇപ്പോൾ ഒരാളെ കണ്ടുവരുമോ അവൻ കൂരി നിൽക്കുന്ന അല്ലെ വളഞ്ഞു നിൽക്കുന്നു എന്ന് പറയാം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കാരണം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് പ്രോപ്പറായിട്ട് അസസ് ചെയ്യുമ്പോൾ അറിയത്തുള്ളൂ. ഇപ്പം നമ്മൾ കാണുന്ന ആൾക്ക് എനിക്ക് ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, അതാണ് നമ്മളെ സംബന്ധിച്ചൊരു അസുഖം. പക്ഷെ ആയിരിക്കില്ല, അവർക്ക് അതിലും വലിയൊരു രോഗം അല്ല ഒരു പ്രശ്നം അവരുടെ ദേഹത്ത് തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരാളെ പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് അവർക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രശ്നം ഒന്ന് മാറ്റാൻ പറ്റും. ഇപ്പം മേജർലി പറയുകയാണെങ്കിൽ മുട്ടുവേദന തുടങ്ങി കഴിയുമ്പോഴേ പറയുന്നത് മുട്ട് മാറ്റി വെക്കണം, അതാണ് സർജറി. പക്ഷെ അല്ല, നമുക്കത് മാറ്റി അതിലോട്ട് എത്താതെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. തുടങ്ങുന്ന സ്റ്റേജിൽ തന്നെ വരുവാണെങ്കിൽ ചെറിയ ചെറിയ വേദനകളായിരിക്കും. തുടങ്ങുന്ന സ്റ്റേജിലേ നമ്മൾ എത്തുവാണെങ്കിൽ സർജറി വരെ പോകേണ്ടി വരില്ല. ഇതെല്ലാം ഓർത്തോ ഡോക്ടേഴ്സും ഇവൻ പറയുന്നതാണ്, നിങ്ങൾ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വരില്ലായിരുന്നു. അപ്പം നമുക്ക് തുടക്കത്തിൽ ആർക്കും ഇതുപോലെ ചെക്കപ്പ് ചെയ്യുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനുള്ള കുറച്ച് സിമ്പിൾ എക്സസൈസ് ആയിരിക്കും. ഒരു ദിവസം ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ തീരാവുന്ന ഫ്യൂച്ചറിലുള്ള കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വന്ന് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ വന്നു പോകുന്ന ചില സംഗതികൾ അതേപോലെ തന്നെ നമ്മൾ പോലും അറിയാതെ പോകണമെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ വന്ന് കാണാം. ഇത്തരം എക്സസൈസുകൾ നമുക്ക് ചെയ്ത് പരിശീലിച്ച് അതിനെ മാറ്റാം എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി SK ജംഗ്ഷനിൽ പാട്ടുകളാണ്. കൂടെ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. SK ജംഗ്ഷൻ ആണ്. കൂടെ ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗായസ് ഗോവിന്ദ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ, തിലകം. സോ ഡോക്ടർ, നമ്മൾ ഫിസിയോതെറാപ്പിയുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമുക്ക് ഒരു മൈൻഡിലൊരു എന്താ ആശ്വാസം, ഓക്കെ ഇതൊക്കെ ചെയ്താൽ രക്ഷപ്പെട്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ ഇത് ചെയ്താൽ വേദനയുണ്ടോ എന്നുള്ളൊരു സംശയം പലർക്കുണ്ട്. സോ ഫിസിയോതെറാപ്പിയിലേക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ അനുഭവപ്പെടുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? ഇപ്പം നമ്മുടെ അടുത്ത് കൂടുതലും വരുന്ന പെയിൻ കേസുകളായിരിക്കും, നെക്ക് പെയിൻ, ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് വരുന്നവരായിരിക്കും. ഇനീഷ്യലി അവർ ചെയ്യാത്തൊരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. തുടങ്ങുന്ന ടൈമിൽ എന്താണെങ്കിലും മസിൽ ക്രാംസ് പെയിനും കാണും. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ പെയിൻ കുറയ്ക്കാനായിരിക്കും. അപ്പോൾ തുടങ്ങി വരുന്ന ടൈമിൽ ഒരു പെയിൻ കാണും, അത് പതുക്കെ കുറഞ്ഞോളും. അതായത് തുടക്കത്തിലുള്ള ആ ഒരു ക്രാംസ് എന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ ഡോംസ് ആയിരിക്കാം. അതായത് നമുക്ക് ഒരു ഓട്ടത്തിനൊക്കെ പോയി അടുത്ത ദിവസം കാലിനൊരു ഹെവിനെസ് കാണും. അതുപോലെ തന്നെ തുടക്കത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ ഒരു പെയിൻ എന്ന് പറയുന്നത്. അത് ഈസി ചെയ്യാനുള്ള മെഷീൻസൊക്കെ മിക്ക ഫിസിയോതെറാപ്പി ക്ലിനിക്സിലും കാണും. അതുകൊണ്ട് അത് പേടിക്കേണ്ട. പെയിൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള വിദ്യ അവിടെ തന്നെയുണ്ട്. കൂടിയാലും അത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് തുടർന്ന് പോകുന്നതനുസരിച്ച് ഈ പെയിൻ എന്താണെങ്കിലും കുറയുന്നതായിരിക്കും. അതാണ് മറ്റൊരു സംശയം. ഈ ഫിസിയോതെറാപ്പി തുടർന്ന് പോകണോ, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഇത് മുന്നോട്ട് പോവേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം പലർക്കും പറയാറുണ്ട്. അപ്പം അത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി എക്സസൈസ് ഇങ്ങനെ പോകണോ, എത്ര നാൾ പോകണം? ഇപ്പം നമുക്കൊരു ചെറിയ കേസസ് ആണെങ്കിൽ ആ ഒരു എക്സസൈസ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ലോങ് ടേമിൽ പോകണമെന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ സർജറി കഴിഞ്ഞെടുക്കുന്ന ആളാണ്, ഇപ്പോൾ ഈ നീ റീപ്ലേസ്മെൻറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള അതാണ്, അല്ലെങ്കിൽ ഒരു ACL ഇഞ്ചറി, അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള സർജറി കഴിഞ്ഞുള്ളവർ കുറച്ച് നാളധികം എക്സസൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവർ എക്സസൈസ് ചെയ്യാതിരുന്നാൽ പിന്നെ മുട്ട് സ്റ്റിഫായി പോകും. അവർക്ക് എവിടെയാണ് സർജറി ചെയ്ത് അവിടെ സ്റ്റിഫ്നെസ് വരാം. അപ്പോൾ അവർ കുറച്ചും കൂടെ മന്ത്സ് ഡ്യൂറേഷനിൽ എക്സസൈസ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. കാരണം അവർക്ക് തുടക്കത്തിൽ നല്ല പെയിൻ ആയിരിക്കും. പെയിൻ കുറയുന്നതനുസരിച്ച് ഇവർ എക്സസൈസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യല്. നമുക്കതൊന്ന് സ്റ്റേബിളായെന്ന് തോന്നുന്ന വരെ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ചിലയിടത്ത് ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ ലൈഫ് ലോങ് എക്സസൈസ് ചെയ്തെങ്കിൽ ശരിയാവുമെന്ന് പറയുന്ന കേസസും ഉണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ലൈഫ് ലോങ് എക്സസൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ന്യൂറോളജിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് ഈ എക്സസൈസും കൊണ്ടായിരിക്കും അവർ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തീർച്ചയായിട്ടും എക്സസൈസുകൾ ചെയ്യും. ഓക്കെ. എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇപ്പം വീടുകളിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫിസിയോതെറാപ്പി എക്സസൈസ് വീടുകളിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോപ്പർ വിധം? അതായത് ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ റീച്ച് ഔട്ട് ആകാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർക്ക് വീടുകളിൽ വന്ന് ഫിസിയോതെറാപ്പിസ്റ്റിന് സേവനം ലഭിക്കുന്നതായിരിക്കും. നമുക്ക് അവിടെ വന്നിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇവർ അവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം അതല്ല, ഇപ്പം നമ്മൾ ക്ലിനിക്കിൽ വന്ന് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്,
ഇനി എനിക്ക് എക്സസൈസ് ഒക്കെ ഞാൻ പഠിച്ചു, അത്യാവശ്യം സ്ട്രെങ്തായി, ഇനി എനിക്ക് വീട്ടിൽ ചെയ്യാമല്ലോ എന്നൊരു തോട്ട് വരും. ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. നിങ്ങൾ അവിടെ ചെയ്ത അതേ രീതിയിൽ വീട്ടിൽ വിത്ത് പ്രോഗ്രഷൻ പറയും. നമ്മൾ ഇടയ്ക്ക് റിവ്യൂവിന് മാത്രം പോയാൽ മതി. ഡോക്ടറിനെ ഇടയ്ക്ക് കാണാൻ പോകുന്ന പോലെ തന്നെ റിവ്യൂവിന് പോയി അപ്പോൾ എക്സസൈസ് നമുക്കിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. വീടുകളിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ യാതൊരുവിധ കുഴപ്പവും ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഫിസിയോതെറാപ്പിയുമായിട്ട് സംബന്ധിച്ച് എനിക്കൊന്ന് ഇനിയും ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കാം, അറിയാം. SK ജംഗ്ഷനിലൂടെ കൂടെ ജോ ആണുള്ളത്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ നിന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗ എസ് ഗോവിന്ദ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഫ്രം മിറ്റല ഹോസ്പിറ്റൽ, തിലകം. സോ ഡോക്ടർ ഗംഗ, നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ഫിസിയോതെറാപ്പിയുമായിട്ട് സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം പ്രായമായവർ കുറേ പേര് മനസ്സിൽ എന്നോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നു ജോ ഞങ്ങളുടെ മുട്ടുവേദനയെക്കുറിച്ചൊന്ന് ചോദിക്കുക വച്ചേ എന്ന് പറയുന്നുണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ സംശയം. സോ മുതിർന്നവർക്ക് ഈ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ഫിസിയോതെറാപ്പി എത്രമാത്രം സഹായകരമാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് പറയാമോ? ഇപ്പം മുതിർന്നവർക്ക് പല രീതിയിലുള്ള രോഗങ്ങളുണ്ട്. ആർത്രൈറ്റിസ് മാത്രമല്ല, ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ കാണും. നമ്മൾ പറയും അപ്പച്ച നടക്കുമ്പോഴേ അങ്ങ് വീണ് പോവുക, അല്ലെങ്കിൽ അവരുടെ മസിലൊക്കെ ലോസ് ആയി തുടങ്ങുന്നു, അവർക്ക് ബലക്കുറവൊക്കെ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അവരെ കണ്ട് അവരെ അസസ് ചെയ്ത് അവർക്ക് എക്സസൈസുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെയല്ല, വളരെ മിനിമലായിട്ട് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പതുക്കെ അവരെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന എക്സസൈസുകളൊക്കെ ചെയ്യാം. കൂടുതലും പ്രായമുള്ളവർ കണ്ടുവരുന്നതാണ് ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ വാദം ഇല്ലെങ്കിൽ തേയ്മാനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് വരുമ്പോഴത്തേക്ക് ഫിസിയോതെറാപ്പിയിൽ എക്സസൈസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തേയ്മാനം വന്നാൽ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് ഫാക്ട്. പക്ഷേ നമുക്ക് ഈ വരുന്ന തേയ്മാനത്തിന് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അതായത് ഫർദർ ഇതിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുറ്റിനുള്ള മസിൽസിനെല്ലാം സ്ട്രെങ്തൻ ചെയ്യും. അതിനുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുക്കുമ്പോൾ ഈ തേയ്മാനത്തിൻ്റെ അളവ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള തേയ്മാനത്തിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുവഴി അവർക്ക് ഫ്യൂച്ചറിൽ വരുന്ന കോംപ്ലിക്കേഷൻസും പെയിനും കാര്യങ്ങളും ഒക്കെ നമുക്ക് സ്റ്റിഫ്നെസ്സും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അങ്ങനെ എക്സസൈസ് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം ഇനിഷ്യലി ഈ പറഞ്ഞ പോലെ പെയിൻ കാണും, ഓഫ് കോഴ്സ്. അത് കഴിയുമ്പോൾ പതുക്കെ കുറയും. നമ്മൾ കണ്ണാടി വെക്കുന്ന പോലെ തന്നെ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കാഴ്ച പഴയ പോലെ ആവില്ല, പക്ഷെ ഉള്ളതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. നമ്മൾ ആ ഒരു ഫർദർ ഇതിലോട്ട് പോകാതിരിക്കാൻ എന്താണെങ്കിലും എക്സസൈസ് ഹെൽപ്ഫുള്ളാണ്, വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പം ഈ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യമാണ് ഈ സർജറി എന്ന് പറയുന്നത്. സോ ഫിസിയോതെറാപ്പി ഉപയോഗിച്ച് സർജറി ഒഴിവാക്കാനായിട്ട് സാധിക്കുമോ? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വിധം? ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഭയങ്കര സിവിയർ ആയിട്ടുണ്ട്, തേഞ്ഞ് എല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്ന കേസാണെങ്കിൽ നമുക്ക് സർജറി വേണ്ടി വരും. നമ്മൾ എന്ത് എക്സസൈസ് ചെയ്യുന്നതെന്നാലും വലിയ മാറ്റം മേ ബി വരണമെന്നില്ല. പക്ഷെ അല്ല, നമുക്ക് ഇപ്പം വലിയ സ്റ്റേജസ് അല്ലാത്തുള്ള ആൾക്കാർക്ക് ഈ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്ന വഴി ഈ സർജറി എന്ന് പറയുന്നതിൻ്റെ കാലാവധി അല്ലെങ്കിൽ മീൻസ് ആ കാലയളവ് അങ്ങോട്ട് എത്തേണ്ട ടൈം നന്നായിട്ട് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ പറയാം 5 വർഷം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾ മേ ബി സർജറി ചെയ്യണം, അത്രയേ ഉള്ളൂ നിങ്ങളുടെ മുട്ടലിൽ, അടുത്ത വർഷം ചെയ്യേണ്ടി വരും. നമുക്ക് എക്സസൈസ് ചെയ്യുന്ന വഴി അതൊന്ന് തള്ളി നീക്കാൻ പറ്റും. ഈ മേ ബി സർജറി ഒഴിവാക്കാൻ തന്നെ പറ്റും. പ്രോപ്പറായിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സർജറി മാറ്റാവുന്നതാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ എക്സസൈസ് കൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരുടെ ഒരു സംശയമാണ്, ഓക്കെ സർജറി തള്ളി നീക്കാനായിട്ട് സാധിക്കുന്നു, നമ്മുടെ പോസ്ചേഴ്സ് ശരിയാക്കാനായിട്ട് സാധിക്കും, നമ്മുടെ ശരിയായ ഒരു ശരീരം പ്രകൃതി എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് ഈ ഫിസിയോതെറാപ്പിയിലൂടെ സഹായിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഇപ്പോൾ ജനിക്കുന്നുണ്ടായിരിക്കും. സോ ഫിസിയോതെറാപ്പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടോ? തീർച്ചയായിട്ടും ഇതുവരെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന എക്സസൈസ് ഒക്കെ എപ്പോഴും അവർക്ക് പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു ഇനീഷ്യൽ പെയിനും ഒരു സോർനെസ്സും കാര്യങ്ങളൊക്കെ വരാൻ, അതിനപ്പുറത്തോട്ട് അവർക്ക് സൈഡ് എഫക്ട്സ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ അവരെ എന്തൊക്കെയാണ് അവരെ കണ്ടീഷൻ നോക്കിയിട്ട്, അപ്പോൾ അവർക്ക് ചിലർക്ക് ചിലത് പറ്റില്ലായിരിക്കും, അത് തീർച്ചയായിട്ടും കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പിന്നെ കുറേ നാൾ ചെയ്യുമ്പോൾ സൈഡ് എഫക്റ്റ് അല്ല, കുറച്ചുകൂടെ മൈൻഡ് സ്ട്രോങ് ആകും. അപ്പോൾ പിന്നെയും പിന്നെ എക്സസൈസിലോട്ട് പോകാനും ചിലർ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഒരു യങ്ങർ ഏജിലൊക്കെ അവർക്ക് സ്പോർട്സിലൊരു ഇഞ്ചറി വന്നു, ഒരു ഫിസിയോതെറാപ്പി ചെയ്തു, റെഡിയായി, അപ്പോൾ കുറച്ചുകൂടെ അവർക്കൊക്കെ എന്നാൽ ഫിസിയോതെറാപ്പി മേഖലയിലോട്ട് പോകും. ഇല്ല ചില ആൾക്കാരെന്നാൽ കുറച്ചുകൂടെ എനിക്ക് സ്ട്രെങ്ത് വേണം, ജിമ്മിൽ പോകുന്നവരുണ്ട്. അപ്പോൾ പിന്നെയും ചെയ്യാനുള്ളൊരു സൈഡ് എഫക്റ്റ് മേ ബി വരാം. അതല്ലാതെ നോൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. നമ്മൾ പ്രോപ്പറായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു കുഴപ്പവും വരുന്നില്ല. സർഗക്ഷേത്ര 89.6 FM കേട്ടുകൊണ്ടിരിക്കുന്നത് SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര.
SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണ് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ്. ഡോക്ടർ ഗംഗ എസ് ഗോവിന്ദ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. സോ ഡോക്ടർ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യം, പക്ഷേ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ ഇന്ന് കേട്ടറിഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്, പ്രായമേറിയവരുണ്ട്. അപ്പം ഇവരോടൊക്കെ എന്താണ് അവസാനമായിട്ട് ഒരു എൻഡ് നോട്ട് അല്ലെങ്കിൽ ഒരു ബോട്ടം ലൈനായിട്ട് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? കുറച്ചും കൂടെ എല്ലാവരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ബോഡിയെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ബോഡി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ പ്രശ്നമുണ്ട്, എന്നാൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസും കുറച്ചും കൂടെ നോട്ടീസ് ചെയ്യുക. നമുക്ക് ഇനീഷ്യലി മാറ്റാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈ തള്ളി നീക്കൽ കാരണം കുറേ പ്രശ്നമാകുന്നുണ്ട്. ഈ പറഞ്ഞ വേദനകളൊക്കെ തുടക്കത്തിലേ ചെല്ലുവാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് അന്നത്തെ ദിവസം തന്നെ തിരിച്ചു വരാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ കുറച്ച് അശ്രദ്ധ മൂലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. കുറച്ചും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം എപ്പോഴും നിങ്ങളുടെ ഒപ്പം, നിങ്ങളുടെ ഏതൊരു പ്രായത്തിലും ഏതൊരു സ്റ്റേജിലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ കാണാൻ പറ്റും. നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങുന്ന ടൈം വളരെ കുറവായിരിക്കും. പെട്ടെന്ന് കണ്ടു അയ്യോ പറയാൻ പറ്റിയില്ലല്ലോ. പക്ഷെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനടുത്ത് നിങ്ങൾക്ക് കുറേ ടൈം കിട്ടും. കുറച്ചും കൂടെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവർ കുറച്ചുകൂടെ നിങ്ങളെ അറിയാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെയുള്ള മേഖലയിൽ കൂടുതലും ചെല്ലുക. ഓക്കെ, അവരെ കുറച്ചും കൂടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഈസ് ഈക്വൽ ടു ഡയറ്റ് പ്ലാന്, സച്ച് കൈൻഡ് ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇതും നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം ഡോക്ടർ ഗംഗ നമ്മളോട് എന്തായാലും പറഞ്ഞു. അത് ഓർമ്മിപ്പിച്ചു. എനിവേ താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പം കാരണം നമ്മൾ ചിലപ്പം ഓക്കെ കിടക്കേണ്ടത് ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചില പോസ്റ്റിലൊക്കെ നമ്മൾ കാണാം. പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഉള്ളതാണോ, റിയൽ ആണോ, ഫ്രോഡുലൻ്റ് ആണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പക്ഷെ എന്തായാലും ഡോക്ടറിൽ നിന്നും നമ്മളത് കേട്ടു, മനസ്സിലാക്കി. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു. എനിവേ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം SK ജംഗ്ഷനാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ SK ജംഗ്ഷൻ എന്താ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് അസസ് ചെയ്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിസ് ഈസ് ആജോ സൈനിങ് ഓഫ് ഫ്രം SK ജംഗ്ഷൻ ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.